സമാധാനം ക്രിസ്തുവിൽ വസിക്കുന്ന അനുഭവമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നവീകരണ പ്രക്രിയ ഏറ്റവും ജ്വലിപ്പിച്ചതായുള്ള വേദഭാഗമാകുന്നല്ലോ റോമർക്ക് എഴുതിയ ലേഖനവും, പ്രത്യേകിച്ച് 5-ാം അധ്യായവും. പാശ്ചാത്യ ലോകത്ത് മാർട്ടിൻ ലൂതറിനെ, പൗരസ്ത്യ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന അബ്രഹാം മൽപ്പാനച്ചനെ ഒക്കെ ഉത്തേജിപ്പിച്ച, നിയന്ത്രിച്ച് നയിച്ച ദൈവശാസ്ത്ര ചിന്തയാണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത്. അതുകൊണ്ട് നീതിപൂർവമായുള്ള സമൂഹത്തിലെ സമാധാനം സാധ്യമാകുകയുള്ളൂ. സമാധാനം ദൈവത്തോടും മനുഷ്യനോടും പ്രകൃതിയോടും ഉള്ള ഒത്തുചേരലാണ്. കം ഹോളി സ്പിരിറ്റ് റിന്യൂ ദി ഹോൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവേ വരിക, സകല സൃഷ്ടിയെയും പുതുക്കുക. ഏലിയാവിൻ്റെ സ്വയം പുതുക്കപ്പെടൽ അതൊരു സമൂഹത്തിൻ്റെ, ഒരു ദേശത്തിൻ്റെ പുതുക്കപ്പെടലായിരുന്നു. ആ ദേശത്തിൻ്റെ നന്മയായിരുന്നു. ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ് പ്രകൃതി ദുരന്തത്തിന് വരൾച്ചയുടെ കാരണമായി അവിടെ രൂപപ്പെടുത്തുന്നത്. ആഹാബ് രാജാവും ജനവും ദൈവത്തിൽ നിന്ന്, ജീവനുള്ള ദൈവത്തിൽ നിന്നാകുന്നപ്പോൾ അതിലേക്ക് മടങ്ങി വരുവാനായിട്ടാകുന്നു ആവശ്യപ്പെടുന്നത്. ആമോസ് പ്രവാചകൻ പറയുന്നു, എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത സമുദ്രം പോലെയും തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന് പറഞ്ഞു. നീതി വറ്റാത്ത തോട് പോലെ കവിഞ്ഞൊഴുകട്ടെ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് അക്രമങ്ങൾ നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക അക്രമം, പൊളിറ്റിക്കൽ വയലൻസ്, രാഷ്ട്രീയ അക്രമം, റേഷ്യൽ വയലൻസ്, വർഗീയമായിട്ടുള്ള അക്രമം, ഐഡിയോളജിക്കൽ വയലൻസ്, ആശയ സംഘർഷങ്ങൾ, വയലൻസ് ബിറ്റ്വീൻ റിലിജൻസ്, നേഷൻസ് ആൻഡ് സ്റ്റേറ്റ്സ്. ഇവിടെ സമാധാനം സാധ്യമാകുന്നതിന് സമാധാനം, നീതിപൂർവമായുള്ള ജീവിതശൈലി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സാൽവേഷൻ ഈസ് നോട്ട് പുട്ടിങ് മാൻ ഇൻ ടു ഹെവൻ ബട്ട് ഹെവൻ ഇൻ ടു മാൻ. മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനപ്പുറമായി സ്വർഗത്തെ മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. അനുതാപത്തിലൂടെയുള്ള ഒരു മടങ്ങിവരവിനെ കുറിച്ചാണ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അതാ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, ദൈവത്തിന്റെ വിശ്വസ്തതയിൽ സന്തോഷിക്കുക. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. വിശ്വാസം എന്നത് ഫെയ്ത്ത് ഈസ് ട്രസ്റ്റ് ഇൻ ദി ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള വിധേയത്വമാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വസ്തനായിട്ടുള്ള ദൈവം വിശ്വസ്തതയിലേക്കാകുന്നു നമ്മെ വിളിക്കുന്നത്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക. ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി. ദൈവം കരുണയുള്ളവനാണ്. ആ കരുണയുള്ള ദൈവത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്, പിന്തുടരുവാൻ സാധിക്കുന്നത് കരുണയുടെ പാതയിൽ നാം ചരിക്കുന്നതിലൂടെയാണ്. സഭ അങ്ങനെ നിരപ്പ് ലഭിച്ച ഒരു സമൂഹമാണ്. ഇന്ന് നാം നോക്കുമ്പോൾ ബന്ധങ്ങൾ ഉപയോഗ അധിഷ്ഠിതമായി തീരുന്നില്ല. യൂട്ടിലിറ്റി ബേസ്ഡ് ആണ്. എനിക്ക് എന്ത് നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. ഈ സമീപനം പ്രപഞ്ചത്തിലെ ഇതര മറ്റ് സൃഷ്ടികളോട്, പഞ്ചവിഭവങ്ങളുടെ വിനിയോഗത്തോട് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ പരാജയങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി കാണുവാൻ കഴിയാത്തത് ദർശനം. നേടുന്ന ദൈവാനുഗ്രഹം ആയി കാണുന്ന, പങ്കുവയ്ക്കുന്ന സംസ്കാരം വളർത്തിയെടുക്കുവാൻ കഴിയാത്തതായുള്ള ഒന്ന്. ഇങ്ങനെ ഒട്ടനവധിയായുള്ള ആർജിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന സമൂഹത്തിൽ നമ്മൾ നേടുന്ന ദൈവാനുഗ്രഹമായി കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയി സ്ത്രീകളോട് പറഞ്ഞു, ഗലീലയിൽ പോയി ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുക. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പ്രത്യാശ, ഉയർപ്പിൻ്റെ പ്രത്യാശ,